ഞാൻ ഡോക്ടർ പ്രമോദ് വി കെ, സീനിയർ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, ആത്രേയ ഹോസ്പിറ്റൽ, തൃശ്ശൂർ. ഇന്ന് ലോകമെമ്പാടും ഹൃദ്രോഗം വളരെയധികം കൂടി വരുന്നു. ഹൃദ്രോഗത്തിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം, സ്മോക്കിംഗ് ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇത് കൂടാതെ ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രിമച്വർ CAD ഒരു കാരണമായിട്ട് പറയുന്നു. അതായത് പാരമ്പര്യമായിട്ട് ചെറുപ്പക്കാരിൽ ഹൃദ്രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് വരാം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതുകൊണ്ട് നമുക്ക് ഹൃദ്രോഗം വരാതെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കാം. പിന്നെ ഡെയിലി ഒരു അരമണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് നടത്തുക. ഇതുകൊണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവൽസും ഷുഗർ ലെവൽസും കൊളസ്ട്രോൾ ലെവൽസും കൺട്രോളിൽ നിർത്താം. അമിതവണ്ണം കുറയ്ക്കാൻ പറ്റും. പിന്നെ സ്മോക്കിംഗ്, ബോത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് സ്മോക്കിംഗ് രണ്ടും പൂർണ്ണമായി ഒഴിവാക്കുക. ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയാരോഗ്യം ശക്തിപ്പെടുത്താം. നമുക്ക് നമ്മുടേതായ നമ്പേഴ്സ്, ദാറ്റ് ഈസ് നോ യുവർ നമ്പേഴ്സ്, അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ, ബ്ലഡ് പ്രഷറിൻ്റെ ലെവൽ, ബോഡി മാസ് ഇൻഡെക്സിൻ്റെ ലെവൽ, BMI, പിന്നെ കൊളസ്ട്രോൾ ലെവൽ, ഇതെല്ലാം നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ അറിയേണ്ടതാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിൽ ഹൃദ്രോഗം വരാതെ തടയാൻ പറ്റും. താങ്ക് യു.